പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകള്, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകള്, പ്രമാണങ്ങള്, പാസ്പോർട്ടുകള്, നിങ്ങളുടെ അപേക്ഷാ ഫോമുകള്, നിങ്ങളുടെ ബാങ്ക് രേഖകള് കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ
സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാസുരസ്വരം നീക്കാമേ. പ്രിയമുള്ളവരെ, ചില സമയത്ത് നമ്മൾ വല്ലാതെ മാനസികമായിട്ട് ടയർഡാകും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം നമുക്ക് എടുത്താൽ പൊങ്ങാത്തതാകുമ്പോഴും തന്നെത്താൻ അത് ഭാരം വെക്കുമ്പോഴാണ്. ജീവിതം തന്നെത്താൻ ഭാരം വെക്കുമ്പോൾ ജീവിതം നമുക്ക് എടുത്തുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തികള് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത രീതിയിൽ ജീവിതം ഭാരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നുള്ള ഒരു ഇക്വേഷൻ ബൈബിളിലുണ്ട്. അത് നമുക്ക് സെൽഫായിട്ട് പേഴ്സണലായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മളിൽ വസിക്കുന്ന ദൈവമായിരിക്കണം നമ്മുടെ ജീവിതം ഏറ്റെടുക്കേണ്ടത്. അപ്പം നമ്മൾ വസിക്കുന്ന ദൈവമായിരിക്കണം നമുക്ക് പകരം നമ്മുടെ എടുത്താൽ പൊങ്ങാത്ത ജീവിതഭാരം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് കർത്താവ് സിങ്കാക്കുന്നുണ്ട്. എങ്ങനെയാണ്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ജീവിതം എടുത്താൽ പൊങ്ങാത്തായി തോന്നുന്നവരും എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് വരിക. അപ്പം എൻ്റെ അടുത്ത് വന്നാൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറയണം, അല്ലേ? മത്തായി 11:28-29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ നിങ്ങളെ ആശ്വസിപ്പിക്കാന്നാ പറയണത്. കാര്യം ഈശോ ആ ഭാരം, നമുക്കെടുത്ത പങ്കാത്ത ഭാരം ഈശോ ഏറ്റെടുക്കാവുന്നത്. പക്ഷെ അത് എങ്ങനെ എടുക്കും എന്നുള്ളതിൻ്റെ അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് കൂടി അറിയണം. മെക്കാനിസം ആരാ പറയണത്? അത് യോഹന്നാൻ തന്നെ പറയണത്. 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ, എന്നിൽ വസിച്ചുകൊണ്ടാണ് പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് പറയുമ്പോ അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:5. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അപ്പൊ ഈ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യണതല്ലേ? അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? അവൻ നമ്മളിൽ വസിക്കും. നമ്മൾ വസിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ജോലി ചെയ്യണ പോലെ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെയാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എന്താ കാര്യം? നല്ല ക്ലേശങ്ങളുടെയും ഭാരങ്ങളുടെയും കാലത്ത് കർത്താവിൻ്റെ വചനം സാക്ഷിയാക്കി വചനം പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ഭാരം ദൈവം ഏറ്റെടുക്കുമെന്ന് ചുരുക്കം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ആശ. ഞാൻ കൊല്ലം ജില്ലയിലെ വെളിയം സെൻറ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്.
ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 7-നാണ്. കൃപാസനത്തെപ്പറ്റി അറിയാൻ പറ്റിയത്, ഞാനൊരു സഫയുടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അവിടെയുള്ള സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃപാസനത്തിൽ പോകുന്നതാണ് നല്ലത്, നീ അവിടെ കാല് കുത്തുമ്പോൾ തന്നെ നിനക്ക് അതിനുള്ള മറുപടി കിട്ടുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് വരാനായിട്ട് യാതൊരു സാധ്യതകളും ഇല്ല, കാരണം ഹസ്ബൻഡ് നാട്ടിലില്ല, ഒറ്റയ്ക്ക് വരാനൊട്ട് അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിച്ചു, അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചു. കാരണം ഇത്രയും ദൂരം ഒരു പള്ളിയിൽ പോകാനോ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള അത് ഹസ്ബൻഡ് സമ്മതിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അമ്മ വഴി എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ ഹസ്ബൻഡ് നെക്സ്റ്റ് ലീവിന് നാട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. ഒരുപാട് ജനങ്ങളെ കണ്ടു. ഇത്രയും വിശ്വാസികൾ ഇവിടെ വരുന്നെന്നുള്ള കാര്യം പോലും അന്നേരമാണ് അറിയുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഒരു ബോധവും ഇല്ലാതാണ് ഉടമ്പടി എടുത്തിരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഉടമ്പടികൾ വെച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. കാരണം എൻ്റെ കയ്യിൽ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പ്രാർത്ഥിക്കുക എന്നതുള്ളത് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലൊന്നും അല്ല പ്രാർത്ഥിച്ചത്. വെറുതെ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്നുള്ള രീതിയിലാണ് പ്രാർത്ഥനയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കെ പോസ്റ്റ് PSCയുടെ എക്സാം വന്നു. ഞാൻ അന്നേരം വിചാരിച്ചു, കുറച്ച് നന്നായിട്ട് പഠിക്കുമല്ലോ, ഒരുപാട് കൂടുതലിരുന്ന് പഠിക്കൊന്നും വേണ്ട, നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ബാംഗ്ലൂർ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഉടമ്പടി പ്രാർത്ഥന ഒന്നും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൂടെയുള്ള അവരാർക്കും ഉടമ്പടി എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നിരുന്നാൽ തന്നെയും ഞാൻ അവരോട് ഉടമ്പടിയെപ്പറ്റി പറഞ്ഞു. അവർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എൻ്റെ കൂടെ 5:30 വെളുപ്പിന് 5:30 സന്ധ്യാപ്രാർത്ഥനയിലാണെങ്കിലും അവർ കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാം ആയതുകൊണ്ട് 2016 ഞാൻ GNM പാസ് ഔട്ടായത്. ഇത്രയും ഗ്യാപ്പുള്ളത് കാരണം പഠിക്കുന്ന ഓർമ്മയിരിക്കുന്നതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും മാതാവിനോടും ഈശോയോടും കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലൈറ്റിൽ ക്യാൻഡൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. എല്ലാവരെ കൊണ്ട്, എൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്യിച്ചു. അതുവഴി മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ നല്ലൊരു വിജയം തന്ന് അനുഗ്രഹിച്ചു. അതിനു മുമ്പായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എക്സാമായി. സെക്കൻഡ് ഇയർ എക്സാമിന് ഭയങ്കര പേടിയോടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ജോസഫച്ചൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോയത്. ജോസഫച്ചൻ ഞങ്ങൾക്കൊരു കാശ് രൂപം തന്നിരുന്നു. അത് ഞങ്ങൾ കൊന്തയിൽ ഇട്ടിട്ടാണ് പോയത്. ബയോകെമിസ്ട്രി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പാടായിരുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പ് എക്സാം ഹോളിൽ ഇടുകയും വിശുദ്ധ തൈലം പുരട്ടി പോവുകയാണ് ചെയ്തത്. ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. ആ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഈശോ വഴി അത്ഭുതം പ്രവർത്തിച്ചത് കാരണം ഞങ്ങളെല്ലാവരും തന്നെ ഫസ്റ്റ് ക്ലാസ്സോടെ ആ എക്സാം പാസ്സാവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് 5 വർഷമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ട് ഒരു ഏജൻസിയിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും 1 ലക്ഷം രൂപ അവിടെ പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്താണ് കുവൈറ്റ് പ്രോമെട്രിക്ക് സ്റ്റാർട്ടായത്. അപ്പം പ്രോമെട്രിക്ക് പഠിക്കാനും വേണ്ടിയിട്ട് ഒരു അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി. അവിടെ ചെന്നപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, മെറിറ്റിൽ മാത്രമുള്ള വിശ്വാസം ഉള്ളായിരുന്നു. എന്നാൽ ഇതൊക്കെ ദൈവം തന്നതാണെന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. മറ്റുള്ളവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര പേടി, ആശയ്ക്കെല്ലാം അറിയാമല്ലോ, ആശ ജയിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അത് എനിക്കും ഒരിതായിരുന്നു. എനിക്ക് പഠിക്കാൻ ഒരു കഴിവുണ്ടല്ലോ, ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ പേടിയെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിന് അവൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയാൽ അവൾക്ക് ഭയങ്കര സങ്കടമാവുമല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു. അതെൻ്റെ മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്.
ഞാനങ്ങനെ ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്തു. അവിടെ പോയി എക്സാം ഹോളിൽ കയറി സിസ്റ്റത്തിൻ്റെ അവിടെ വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പൂശിയാണ് പോയത്. പാസ്പോർട്ടിലും ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടാണ് പോയത്. ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഏകദേശം പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ തന്നെ എല്ലാം അറിയാമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. പക്ഷെ തിരിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് ആദ്യം എന്നെക്കാൾ താമസിച്ച് പോയ എൻ്റെ കൂട്ടുകാരി അവിടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അറിഞ്ഞു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എന്തോ ഒരു ഭയം പോലെ തോന്നി. അതുവരെ ഇല്ലാത്തൊരു ഭയം എനിക്ക് തോന്നി. അവൾ പാസ്സായി, ഇനി എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മെയിലെടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഫെയിലായി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തകർച്ചയായിരുന്നു അത്. കാരണം ഓവർ കോൺഫിഡൻസോടെ മാതാവിനെയും ഈശോയെയും മറന്നുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയെന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. കാരണം ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ പഠിക്കുന്ന കാര്യങ്ങളും ഇത്രയും ടാലൻ്റൊക്കെ കിട്ടുന്നതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടായിരിക്കാം ദൈവം എനിക്കൊരു കൊട്ട് തന്നതാണ്. ഞാൻ ഫെയിലായി. പിന്നെ എനിക്ക് അടുത്തൊരു എക്സാം എഴുതാൻ യാതൊരു ഇതും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നത്, നീ അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് പിന്നെ എടുത്തു. ഞാൻ ഒട്ടും പഠിച്ചില്ല. കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കാണ്ട് പോയി എഴുതുക എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും പോയി. അതിനും ഞാൻ പൊട്ടി. മൂന്നാമത് ഞാൻ ഡേറ്റ് എടുത്തു. അതും മൊത്തത്തിൽ പൊട്ടി. ഞാൻ പാളീസായി തിരിച്ചു വന്നു. പക്ഷേ അന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഉടമ്പടി എടുത്തത് എന്തിനാ, ഞാൻ മാതാവിനോടും യേശോയോടും അത് ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ കയ്യിലെ കുറ്റങ്ങൾ കൊണ്ടാണ് എനിക്കിങ്ങനൊരു പരാജയം ഉണ്ടായെന്ന് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി ചെയ്യുന്നുണ്ട്, പത്രമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു പൂർണ്ണമായിട്ടൊരു ആത്മീയതയിലല്ല ഞാൻ കൊടുത്തിരുന്നതെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ മൊത്തത്തിൽ അത് കളഞ്ഞു. പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇനി എങ്ങനെ അവരോട് പറയുന്നത്, ഇനി വേറൊരു ഏജൻസിക്ക് കൊടുക്കണം എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിച്ചു. ആകെ 3 അറ്റംപ്റ്റേ പറ്റുള്ളായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാമെന്ന് വിചാരിച്ചു. എത്ര കൊണ്ട് ചോദിച്ചിട്ട് അവർ ആ പൈസ തിരിച്ചു തന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം 1 ലക്ഷം രൂപയെന്ന് പറയുന്നത് ചെറിയ തുകയൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ അവിടുത്തെ മാനേജറെ വിളിച്ച് കാര്യം സംസാരിച്ചു. അയാളെ വിളിക്കുന്ന സമയത്തൊന്നും അയാൾ അവിടെ ഇല്ലെന്നാണ് അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത്. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് ആ ഒരു വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം ഫിനാൻഷ്യലി കുറച്ച് ബാക്കിലോട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റേത്. ഈ 1 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ മാതാവിനോട് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴി എനിക്ക് ആ 1 ലക്ഷം രൂപ 2 മാസത്തിനുള്ളിൽ തിരികെ കിട്ടി. അതിന് അമ്മ മാതാവിനും തിരുക്കുമാനും ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഇനി പുറത്തോട്ടൊന്നും നോക്കണ്ട, നാട്ടിലെവിടെയെങ്കിലും ജോലി നോക്കാം, അതായിരിക്കും ദൈവം വിധിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വേറൊന്നും നോക്കിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രോമെട്രിക്ക് പഠിക്കാൻ പോയ അക്കാഡമിയിൽ ഒരു കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു. ചേച്ചി ഇന്നതുപോലെ കുവൈറ്റ് MOH സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചേച്ചി അത് അപ്ലൈ ചെയ്യുന്നു, ഞാൻ ലിങ്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ അത് കൊടുക്കണം, എക്സാം വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എക്സാം വേണ്ട, ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ നീ ഇട്, ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ എക്സാം എഴുതി പാസ്സായ കുട്ടിയുടെയും പ്രോസസ്സിങ് എല്ലാം ഡിലേ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ അവളോടും പറഞ്ഞു, നീയും ഇത് അപ്ലൈ ചെയ്യും, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോയി ഇത് അപ്ലൈ ചെയ്തു. 2024 ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ അവർ ഇൻ്റർവ്യൂ പാസ്സായെന്നോ നിങ്ങൾ സെലക്ട് ആയെന്നോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതിനെപ്പറ്റി പിന്നെ യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു. പിന്നെ 2025 ജനുവരി 15 വീണ്ടും ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. വിശുദ്ധ തൈലം പുരട്ടുകയും ഉപ്പ് പാസ്പോർട്ടിൽ വിതറി കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയിരുന്നത്. കാശ് രൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും തന്നെ ഞാൻ ആൻസർ ചെയ്തു. ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു എനിക്കറിയാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഡോണ്ട് വറി ആശ എന്ന് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുമല്ലോ, പുറത്തോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ 1 മന്ത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 3 ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി അടുത്ത വിസയാണല്ലോ വരുന്നത്, പെട്ടെന്നെല്ലാം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ യാതൊരുവിധ അനക്കവും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ കുവൈറ്റിലൊരു റൂൾ വന്നു. കുവൈറ്റിൽ റിലേറ്റീവ്സ് ഉള്ളവർ MOHൻ്റെ ഓഫീസിൽ നേരിട്ട് വന്ന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് അക്കോമഡേഷനിൽ നിങ്ങൾക്ക് വിസ അപ്ലൈ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് അറിയുന്നത്
ഞാൻ ഉടമ്പടിയിൽ നിന്ന് കുറേ ഉഴപ്പി. ഉടമ്പടി പ്രാർത്ഥനയില്ല, ബൈബിള് വായനയില്ല, പിന്നെ പള്ളിയിൽ പോവില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാനിത് അറിയുന്നത്. പക്ഷേ ഇത് 3-4 ദിവസത്തിന് മുമ്പേ ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആയിരുന്നു. ഞാനത് കണ്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർ കാണുകയും അവർ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവർ കരുതിയിരുന്നത് ഞാനിത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം അവർ വിചാരിച്ചു ഞാനും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ചെയ്തില്ല. അങ്ങനെ അത് തന്നെയല്ല, ഹസ്ബൻഡ് അവിടെ നാട്ടിലായിരുന്നു, നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് ഒരു കൂട്ടുകാരനെ അയാളോട് പറഞ്ഞിട്ട് അയാൾ വഴി MOHന്റെ ഓഫീസിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. എൻ്റെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങളെല്ലാം നേരെ നടന്നു. കാരണം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പി നിന്നതുകൊണ്ടായിരിക്കും മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം ലേറ്റാക്കി. മാതാവിനെ അറിയാനും വേണ്ടിയിട്ടായിരിക്കും. അതൊന്നും അന്നേരം ഞാൻ ചിന്തിച്ചില്ല. അന്നേരവും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊക്കെ വെറുതെയാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞു, നീ പ്രാർത്ഥന കൈവിടരുത്, എന്ത് വന്നാലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഒരു കാര്യം പോലും നടന്നിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിട്ട് പോലും എനിക്ക് മാതാവ് ഒന്നും തന്നെ നടത്തി തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരുതിയിരുന്നത് ഹസ്ബൻഡ് കൂടി ഇനി തിരിച്ചു കയറി പോകാൻ പറ്റുമല്ലോ, കൂടെ പോകാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഈ നവംബർ ലാസ്റ്റ് എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ കുവൈറ്റിലോട്ട് കയറിപ്പോയി. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുകയാണ്, മാതാവിനെ വിളിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നീ കൃപാസനത്തിൽ പോ, ഉടമ്പടി പുതുക്ക്, നീ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക, എങ്കിലേ നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ മാതാവിൽ നിന്ന് അകന്നു പോയ വ്യക്തിയായിട്ട് പോലും ഞാനിവിടെ വന്നപ്പോൾ മാതാവ് എന്നെ സ്വീകരിച്ചു. അതിനുള്ളൊരു മറുപടിയായിട്ട് ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം, ആ ദിവസം ഞാൻ ഒട്ടും യോഗ്യല്ല. ആ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് മാതാവ് എനിക്ക് തന്നു. അന്ന് എനിക്ക് വിസ പ്രോസസ്സിന്മേൽ എനിക്ക് മാതാവ് തന്നു. കാരണം ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിനാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ മാതാവ് അതിനല്ല തന്നത്, എൻ്റെ കാര്യമാണ് മാതാവ് ഏറ്റെടുത്തത്. അന്ന് തന്നെ എനിക്ക് വിസ പ്രോസസ്സിംഗ് മെയിൽ തന്നു. ഞാൻ മാതാവിനും തിരുക്കുമാനും ഒരുപാട് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷം എനിക്ക് വിസയും വന്നു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് 7 മണിക്ക് മുമ്പ് നിങ്ങളുടെ ഒരു കാര്യം സാധിച്ചു കിട്ടും, നിങ്ങളത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വിസ വന്നു, ഇനി അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റാണ്, താമസിക്കാനൊരു അപ്പാർട്ട്മെൻറ്റാണ് കിട്ടേണ്ടത്. കാരണം വിസിറ്റിംഗ് ഓപ്പൺ ചെയ്തതുകൊണ്ട് ഒരു റൂം പോലും അവൈലബിൾ അല്ല. അത് തന്നെയല്ല, കിട്ടുന്ന റൂമുകളെല്ലാം ഭയങ്കര റെൻറ്റ് കൂടുതലായിരുന്നു, നമ്മളെ കൊണ്ടത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ വിഷയം വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം, ഞാൻ വരുമ്പോഴത്തേക്കിന് എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് ശരിയാവണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ 6 മണി ആയപ്പോഴേ ഹസ്ബൻഡ് വിളിച്ചു പറയുന്നു, ഇന്നതുപോലെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചൊരു അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും മാതാവ് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരുക്കി തന്നു. അതുകൊണ്ട് ഞാൻ മാതാവിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു. അതിനുശേഷം എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി, അടുത്ത എൻ്റെ ക്രിസ്മസിന് എൻ്റെ ബർത്ത്ഡേക്ക് എന്തായിരിക്കും എനിക്ക് മാതാവ് ഒരു ഗിഫ്റ്റ് തരിക എന്നുള്ള ചിന്തയിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഡിസംബർ 30 എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ആ ദിവസത്തേക്കിനല്ല ചോദിച്ചത്, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ മാതാവ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് എനിക്ക് ടിക്കറ്റ് തന്നു. ഇന്ന് ഞാൻ വിസയും ടിക്കറ്റുമായിട്ടാണ് ഈ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഈ മാസം 18-ാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. അമ്മ മാതാവും തിരുക്കുമാനും ചെയ്ത എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ടുണ്ട്, വഴിയോരങ്ങളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇപ്പം ഞാനൊരു രോഗിയെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്, പൊതിച്ചോറ് വിതരണം ചെയ്തിട്ടുണ്ട്, അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എൻ്റെ വളർച്ചയെന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. കാരണം എൻ്റെ
അയോഗ്യതകളും എല്ലാം എൻ്റെ ബലഹീനതകളെല്ലാം ദൈവം ഏറ്റെടുത്തെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ മാതാവ് ഈശോയും എന്നെ കൈക്കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ എനിക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹിക്കാനും ദൈവത്തെ അറിയാനും ഉള്ള കൃപ തന്നു. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ തന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നു. ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും. 3 നേരം ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്. ഇപ്പം വചനം എഴുതാറുണ്ട്. വചനത്തിൻ്റെ ഓരോ വചനവും ഇപ്പോൾ ഓരോരുത്തർ എൻ്റെ അടുത്ത് ഓരോ സങ്കടങ്ങൾ പറയുമ്പോഴത്തേക്കിന് ഞാൻ ബൈബിൾ സെർച്ച് ചെയ്ത് അതിനകത്തുനിന്ന് ഓരോ വചനങ്ങൾ അവർക്ക് വേണ്ടതായിട്ടുള്ള വചനങ്ങൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം തിരുവചനം. ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാനതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹയ്ക്കുള്ള ഒരു ബോധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ എനിക്ക് ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചതുകൊണ്ട് അതെല്ലാം ഈശോ തന്നെ പൂർത്തിയാക്കും എന്നുള്ള ഒരു വലിയ വിശ്വാസവും വിശ്വസ്തതയും ദൈവസ്നേഹവുമാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആശ ജോഷ് എന്ന ഈ സഹോദരി ഇവിടെ വന്ന് സാക്ഷ്യം രേഖപ്പെടുത്തുന്നത് 5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ സങ്കടത്തെക്കുറിച്ചായിരുന്നു. വളരെയധികം പരിശ്രമിച്ചു. തനിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. താൻ വളരെ ബയോ കെമിസ്ട്രി പഠിക്കുവാൻ മാത്രമുള്ള ഒരു വളരെ ഇൻ്റലിജൻ്റ് ആണെന്നുള്ള ഒരു കോൺഫിഡൻസും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്ന് സ്വയം അറിവുള്ളതുകൊണ്ട് അതിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തെങ്കിലും വിസ പ്രോസസ്സ് വളരെ ലാഗ് ചെയ്യുകയായിരുന്നു. അവരുടെ ഓരോ പരീക്ഷാഘട്ടങ്ങളിലും വളരെ പരീക്ഷണമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഓരോ സമയത്തും നീ എനിക്കൊരു ഗിഫ്റ്റ് തരണം, നീ എന്നെ സമീപത്തുണ്ടായിരിക്കണമെന്നെല്ലാം പറയുമെങ്കിലും അത് ലാഗ് ചെയ്തതിൻ്റെ ഒരു കാരണം ക്രിസ്തു ആശയിൽ രൂപപ്പെടണം എന്നായിരുന്നു പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു നമ്മിൽ രൂപപ്പെടാതെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിച്ചു തരാനോ അമ്മ വളരെ സമയമെടുക്കുന്നതായി ചില സാക്ഷ്യങ്ങളിൽ നമുക്ക് കാണാനായി സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈ വ്യക്തി ഈശോയിൽ അടിയുറച്ച വിശ്വാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ വ്യക്തി ഈശോയെ വിട്ടുപോവുകയില്ല എന്നുള്ള വളരെ ഉറപ്പ് നൽകുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ പെട്രോൾ കത്തുന്നത് പോലെ നമ്മുടെ ഉടമ്പടി കത്തിപ്പിടിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ മകളുടെ സാക്ഷ്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. എല്ലാ അറിവും കാര്യങ്ങളുമെല്ലാം അറിഞ്ഞിട്ടും താൻ പരാജയപ്പെട്ടു പോകുന്ന, അതുപോലെ തന്നെ അവസാന നിമിഷത്തിൽ ഈശോ മാത്രം അഭയമായി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന വലിയൊരു വിജയത്തിൻ്റെ കാര്യമാണ് ആശ ഇവിടെ ഏറ്റുപറയുന്നത്. വിസ പ്രോസസ്സിങ്ങിനുള്ള പ്രോമെട്രിക്കിൻ്റെ ടെസ്റ്റ് വളരെ പ്രയാസകരമായിരുന്നെങ്കിലും ഈ മകൾക്ക് അവസാന നിമിഷത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ കൃത്യമായി അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് ഏറ്റുപറയുന്നുണ്ട്. നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗത്താലും ഓരോ തവണയും ഈശോയുടെ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിശുദ്ധ തൈലം പൂശിക്കൊണ്ട്, അഭിഷേക തൈലം പൂശിക്കൊണ്ടാണ് ഈ മകൾ ധൈര്യം അവലംബിച്ചിരുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴെല്ലാം നാം എത്ര തന്നെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടുകയില്ല, നമ്മെ വിജയത്തിലെത്തിക്കും എന്നുള്ള പൗലോസിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യത്തെ ഏറ്റെടുക്കാനായി സാധിക്കും. ക്രിസ്തു നമ്മിൽ രൂപപ്പെടാൻ വേണ്ടി ഈ പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. ആശ പറയുകയുണ്ടായി, എനിക്ക് ഈ ഗിഫ്റ്റ് തരണം, എൻ്റെ ബർത്ത്ഡേക്ക്, എൻ്റെ ആനിവേഴ്സറിക്ക് എല്ലാം ഗിഫ്റ്റ് തരണം. ഈശോ നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ വിശേഷവിധിയായി എന്തു ചെയ്തു എന്ന്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയ്ക്ക് നാം എന്ത് ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മുടെ വിശേഷവിധിയായി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും. ഈശോ നമ്മോട് ചോദിക്കും, എനിക്ക് വിശന്നപ്പോൾ, എനിക്ക് ദാഹിച്ചപ്പോൾ, ഞാൻ പരദേശിവാസിയായിരുന്നപ്പോൾ, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്താണെന്ന് ഈശോ നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് വലിയ ഉത്തരങ്ങൾ അതിനുണ്ടായിരിക്കണമെന്ന് ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആശയ്ക്ക് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഏത് നാട്ടിൽ പോയാലും എവിടെ ചെന്നാലും ഇനി ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഒരിക്കലും
ആശ മറച്ചു വെക്കുകയില്ല എന്ന വലിയ ധൈര്യത്തോടെ ആശ ഇവിടെ നിറങ്ങുമ്പോൾ അവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. മാതാവിൻ്റെ വലിയൊരു സാക്ഷിയായിട്ട് ഈ സന്നിധിയിൽ നിൽക്കുവാൻ സാധിച്ചതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിത. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ ഗോൾഡ് കോസ്റ്റിൽ സെറ്റിൽഡ് ആണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് നടന്ന വലിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ആദ്യമായി ഓൺലൈനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് എൻ്റെ പപ്പയാണ്. അതിൽ നിന്ന് പ്രചോദനം നേടിയാണ് എൻ്റെ മമ്മിയും ഞാനും ഒക്കെ ഉടമ്പടി എടുക്കുന്നത്. 2021 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് എടുക്കാനുണ്ടായ സാഹചര്യം എന്തെന്നാൽ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി. പക്ഷേ എവിടേക്ക് പോകണമെന്ന് ഏത് സ്ഥലം ചൂസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുന്നിലും മാതാവിൻ്റെ മുന്നിലും സമർപ്പിച്ചു. ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് അപേക്ഷിച്ചു. ഞാൻ അവിടെ ചെന്നു. ഗോൾഡ് കോസ്റ്റാണ് എനിക്ക് കിട്ടിയ ജോലി. വളരെ മനോഹരമായ സ്ഥലം, വളരെ നല്ല ജോലി, എല്ലാം വളരെ സെറ്റിൽഡ് ആയിരുന്നു. പെട്ടെന്ന് കോവിഡ് ഹിറ്റ് ചെയ്തു. അപ്പോഴത്തേനും ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീടൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പോഴത്തേനും വീടുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് വില കൂടുകയും ആ സമയം ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു, രണ്ടാമത്തെ ബേബിയുടെ. അപ്പം മെറ്റേണിറ്റി ലീവിലാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ സാലറിയുടെ ഹാഫ് സാലറി ആയിരിക്കും നമ്മുടെ മെറ്റേണിറ്റി ലീവ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ലോൺ കിട്ടില്ല. അപ്പോഴത്തേനും കോവിഡ് കഴിയുമ്പോഴത്തേനും എനിക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ വീടിൻ്റെ വില പോകും. അപ്പോഴത്തേനും ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം എനിക്ക് അവിടുന്ന് പോകണ്ട. എൻ്റെ ജോലി വളരെ നല്ലതാണ്. ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒത്തിരി എനിക്ക് കംഫർട്ടബിളാണ്. ആ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ക്ലൈമറ്റ് വൈസ് എല്ലാം ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. എൻ്റെ മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മമ്മിയുടെ വേർഡിങ്സ് വളരെ സ്ട്രോങ് ആയിരുന്നു. മമ്മി പറഞ്ഞു, എൻ്റെ പേരിൽ മാതാവേ, എൻ്റെ മകളുടെ പേരിൽ നീ അവിടെ ഒരു ഭവനം പണിയണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ അവളുടെ പേരിൽ ഒരു ഭവനം അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് ഓപ്പൺ ഹൗസൊക്കെ കണ്ടു. ഞങ്ങൾക്ക് പ്രൈസ് കൊണ്ട് ഒന്നും ശരിയാവാതെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരു വീട് കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ആ സ്ട്രീറ്റിൻ്റെ പേര് ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ശ്രദ്ധിച്ചു. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ടാമത് ഒന്നുകൂടെ നോക്കിയപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ പേര് എസ് ടിൻസൺ എന്നാണ്. എൻ്റെ പേര് ഷിത എന്നും ഹസ്ബൻഡിൻ്റെ പേര് ടിൻസൺ എന്നുമാണ്. അപ്പോൾ മാതാവിനോട് എന്താണ് ചോദിച്ചത്? മമ്മി ചോദിച്ചത് എൻ്റെ മകളുടെ അവരുടെ പേരിൽ നീ അവൾക്ക് അവിടെ ഒരു ഭവനം കൊടുക്കണമെന്നാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എസ് ടിൻസണിലാണ്. അവിടെയാണ് ഞങ്ങൾ ആ ഭവനം വാങ്ങുകയും ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിന് അവർ സമ്മതിക്കുകയും അവരിങ്ങോട്ട് പറഞ്ഞ് ഇത്ര $, കുറച്ച് തരാമെന്ന് പറയുകയും വളരെ ഭംഗിയുള്ളൊരു ഭവനം ഞങ്ങൾക്ക് അവിടെ വാങ്ങുവാനും സാധിച്ചു. ആദ്യം പോയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മെറിറ്റിൽ എനിക്ക് വീട് വാങ്ങാൻ പറ്റുമെന്ന്. പക്ഷേ ഈ ഭവനം എനിക്ക് ലഭിച്ചത് ഞങ്ങളുടെ മെറിറ്റിലല്ല. ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ്, ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദ ഗ്രേസ്. അതിലാണ് ഞങ്ങൾക്ക് ആ ഭവനം കിട്ടിയത്. ആ ഭവനത്തിൽ ഞങ്ങൾ വലിയൊരു കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എപ്പോഴും മാതാവിൻ്റെ ഒരു സാന്നിധ്യം ആ ഭവനത്തിൽ എപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് ഒരുപാട് മാതാവിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ആ ഭവനത്തിൽ ഒരുപാട് ലഭിച്ചു. രണ്ടാമത്തെ വലിയ സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് വേർട്ടിഗോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ടോയ്ലറ്റ് ഇങ്ങനെ വീണ് കിടക്കുക. അപ്പോൾ എഴുന്നേറ്റിരിക്കാൻ ഞാൻ ബോധമില്ലായിരുന്നു. പെട്ടെന്ന് കിടത്തി. ഭയങ്കര വോമിറ്റിംഗ് ആണ്. ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്പിന്നിങ് ആണ്, വോമിറ്റ് ചെയ്യും. പെട്ടെന്ന് ഡോക്ടർ ED കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ ആണ്. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു. 3-4 മാസം അങ്ങനെ തന്നെയായിരുന്നു. ഹസ്ബൻഡിന് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ലാസ്റ്റ് അപ്പോയിൻമെൻറ്റിന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, തിരിച്ച് ഒരു നോർമൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. നിൻ്റെ ജോലി ചിലപ്പോൾ നിനക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നീ മാറേണ്ടി വരും. പിന്നെ ആണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും. ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ സംസാരിച്ചു.
അപ്പോൾ ഭയങ്കര വിഷമിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഹസ്ബൻഡ് വെരി നെക്സ്റ്റ് ഡേയിലേക്ക് ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തു. വീട്ടിലൊന്നും പോയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു മാതാവിനെ കണ്ടു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തിരിച്ച് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയി. വീട്ടിലൊന്നും പോയില്ല, കൊച്ചി താമസിച്ച് തിരിച്ച് ഓസ്ട്രേലിയക്ക് തിരിച്ചു പോയി. ഞാൻ എൻ്റെ തലയിറക്കത്തിൻ്റെ കാര്യം മറന്നുപോയി. തിരിച്ചു വന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ തലയിറക്കമായിട്ടല്ലേ പോയത്, എന്നിട്ട് നിനക്ക് തലയിറക്കം ഇല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അത് പോയി എന്ന് തോന്നുന്നു പറഞ്ഞു. അങ്ങനെ അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ഒരു തലയിറക്കം ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതിന് പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു കൊളീഗ്, പുള്ളിക്കാരത്തേക്ക് ഇതുപോലെ വെർട്ടിഗോ ഉണ്ട്, ഇംഗ്ലീഷുകാരിയാണ്. പുള്ളിക്കാരത്തി എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്, വലിയ ട്രീറ്റ്മെൻറ്റ്സ്, ഒത്തിരി ഹോസ്പിറ്റൽസിൽ പോകുന്നു, ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി അനുഭവിക്കുന്ന വിഷമങ്ങൾ കാണുമ്പോൾ ഓരോ നിമിഷം ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. ആ വിഷമം കാണുമ്പോൾ ഞാൻ ആലോചിക്കും, മാതാവ് എന്തൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത്. ഞാൻ തിരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു കോടും കൂടാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിന് 1000 നന്ദി പറയുന്നു. മൂന്നാമതായിട്ടുള്ളൊരു സാക്ഷ്യം എന്ന് വെച്ചാൽ 2024 ഡിസംബറിൽ എൻ്റെ തൈറോയിഡിലൊരു നോഡ്യൂള് കണ്ടു. അപ്പം നോഡ്യൂള് ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഇച്ചിരി വലുതാണ്, നമുക്ക് FNAC ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, കാരണം ഞാൻ ഉടമ്പടിയിലൊക്കെ ഉള്ളതല്ലേ, മാതാവ് എന്നെ കാത്തോളും, ഷുവറായിട്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ FNAC ചെയ്തു, റിപ്പോർട്ട് വന്നു സാധാരണേനേക്കാളും ബിഗാണ്. അപ്പോഴത്തേനും പറഞ്ഞു ഇത് ക്യാൻസറസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി. ഞാനൊരു മാതിരി മരവിച്ചു പോയി. ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ ഭയങ്കരമായിട്ടും വിഷമിച്ചു. ഞാനിങ്ങനെ ഭയങ്കരമായിട്ടും നിന്നുപോയി. എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്, ഞാൻ എന്ത് ചെയ്യും, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളെല്ലാം വന്നു. പിന്നെ മാതാവിനെ അങ്ങ് മനസ്സിലേക്ക് ധ്യാനിച്ചു. അത് കഴിഞ്ഞ് മമ്മിയെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്ന് മമ്മി പ്രാർത്ഥിച്ചു, എൻ്റെ ഫോട്ടോ കാണിച്ചു. അച്ഛൻ ഫോട്ടോയിൽ തൊട്ട് എന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് സർജറിക്ക് പോകാൻ പറഞ്ഞു, സർജറി ചെയ്യൂ, ഒരു പ്രശ്നമില്ലാതെ അവൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 2025 ഈ വർഷം, ഇപ്പോൾ 1 വർഷമാകുന്നു, എൻ്റെ ഹെമി തൈറോയിഡക്ടമി ഫിനിഷായി. ബയോപ്സിക്ക് വിട്ടു, ഒരു പ്രശ്നമില്ല, ക്ലിയർ ആയിട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു, നിനക്ക് ഒരു പ്രശ്നമില്ല, ഇനി ഒരു ടാബ്ലറ്റ്സും എടുക്കണ്ട. നോർമലി ഹെമി എന്തെങ്കിലും വന്നാൽ ഇനി നമുക്ക് തൈറോക്സിൻ എടുക്കേണ്ടി വരും. അപ്പം ഇതുവരെ ഞാൻ ഒരു ടാബ്ലറ്റ്സും എടുത്തിട്ടില്ല, ഒരു പ്രശ്നമില്ല. എന്നെ പൂർണ്ണ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ദൈവമേ എന്നെ നീ ഉയർത്തണമേ, വീണ്ടും പറക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും വളരെ ആർജവത്തോടെ ഞാൻ തിരിച്ചു വന്നു. അതുകൂടാതെ ഒരു ടാബ്ലറ്റ്സും എടുത്തില്ല. അതിന് മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ 3 സാക്ഷ്യം. കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ സാക്ഷ്യങ്ങൾ ഒരുപാട് അനവധി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകമായി പറഞ്ഞാൽ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യനിഷ്ഠതയോടുകൂടിയുള്ളൊരു ജീവിതം എനിക്ക് പ്രാപിക്കാൻ സാധിച്ചു. 5:30 എഴുന്നേൽക്കുകയും ഉടമ്പടി പ്രാർത്ഥിക്കുകയും 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന്. അത് പിന്നെ ഇപ്പോഴാണ് തിരിച്ച് വരുന്നത് ഉടമ്പടിക്കായിട്ട്. പക്ഷേ അത് കൃത്യമായിട്ടും ഓൺലൈനിൽ ഉടമ്പടി പുതുക്കുകയും അത് കൃത്യമായിട്ട് മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ബൈബിൾ ഏകദേശം 1 പ്രാവശ്യം ഫുള്ള് വായിച്ച് തീർക്കാൻ പറ്റി. ഒരുപാട് ദൈവത്തെ അറിയാനും ആഴത്തിൽ അറിയാനും. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിട്ടാണ് എടുത്തത്. പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ നിയോഗങ്ങൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു എയിം മാറിപ്പോയി. ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങളൊന്നും ദൈവമേ നിനക്കെന്നെ അറിയാം, മാതാവേ അങ്ങയുടെ ഇതം പോലെ എന്നെ നടത്തണമേ എന്ന് മാത്രമേ പറയാറുള്ളൂ. അത് ഉടമ്പടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബലവും എന്നെ നയിക്കാൻ, എന്നെ നേർവഴിക്ക് നയിക്കാനുള്ളൊരു ശക്തിയുമായിട്ടത് മാറി. എന്നെ പൂർണ്ണമായി അത് രൂപീകരിച്ചു എന്ന് വേണേൽ പറയാം. ഞാൻ ഒരുപാട് താന്നു, ഞാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി.
ഭയങ്കര എപ്പോഴും മൂഡ് സ്വിങ്സ് ഒക്കെ വരുമായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കാനും എല്ലാ കാര്യവും നന്നായി ചെയ്യുവാനും പറ്റി. ഇതെല്ലാം ഉടമ്പടി കാരണമാണ്. കൂടാതെ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ ഞാനൊരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. എൻ്റെ ഹസ്ബൻഡും ഞാനും കൊന്ത ചൊല്ലാൻ ഞാൻ നേരത്തെ കൊന്ത ചൊല്ലും. ഞാൻ കാത്തലിക് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാം. ഹസ്ബൻഡ് കൊന്ത ചൊല്ലാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് കൊന്ത ചൊല്ലും. ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ മാസവും ഒരു അഖണ്ഡ ജപമാല ചൊല്ലും. ഞങ്ങൾ രണ്ടുപേരുടെയും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാ മാസവും ഒരു അഖണ്ഡ ജപമാല ചൊല്ലും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളാണ്. ഞങ്ങൾ വിചാരിക്കാത്ത ഒരു അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് അത് എത്തിച്ചെന്നത്. ഞങ്ങൾ ചില ദിവസം 2 മണിക്ക് എഴുന്നേറ്റ് 6:30 ആകുമ്പോൾ ഫിനിഷ് ചെയ്യും. ചില ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഹസ്ബൻഡ് വരാൻ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ വൈകുന്നേരം 8 മണിക്ക് ഇരുന്ന രാത്രി 1 മണി അങ്ങനെ ഞങ്ങൾ ഫിനിഷ് ചെയ്യും. ഞങ്ങൾ കൊച്ചു പിള്ളേർ ഞങ്ങളുടെ പ്രേയർ റൂമിൽ കിടന്നുറങ്ങും. അവർക്കും അറിയാം. അതുപോലെ അത് വളരെ അഖണ്ഡ ജപമാല ഞങ്ങളുടെ കുടുംബജീവിതം വളരെയധികം ശുദ്ധീകരിച്ചു. കൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തു തന്ന ഞങ്ങൾക്ക് സൺഡേ ചർച്ചിൽ അവിടെ ഒരു ബോക്സ് ഉണ്ട്. അവിടെ കൃത്യമായിട്ട് കുറേ കൊച്ചു പിള്ളേർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. അപ്പം അവിടെ കൃത്യമായിട്ട് ഫുഡ് കൊണ്ടുപോയി വെക്കും. ആ പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൃത്യമായിട്ട് ഫുഡ് കൊടുക്കും. കൂടാതെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കും കൂടാതെ രോഗികളെയും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിച്ചു. കൂടാതെ ഒരു ആൾക്കാർക്ക് വീട് വെക്കാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ ദൈവം കൃപ തന്നു. കൂടാതെ ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തന്ന തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി. 10-ാം സങ്കീർത്തനം 14-ാം തിരുവചനം. കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ഷീത തൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കുന്നത്. ഒരു രോഗാവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു വലിയ സാഹചര്യം ഓർത്തഡോക്സ് മകളായ ഈ സഹോദരിക്ക് സാധിച്ചു. വളരെ സത്യമായും ഇതൊരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈശോ ഇടപെട്ടിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. ഒരു അന്യനാട്ടിൽ ഓസ്ട്രേലിയയിലായിരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ കൃത്യമായ പരിശുദ്ധ അമ്മയെ അറിഞ്ഞ് സ്നേഹിച്ച് ഈശോയിലേക്ക് നടന്നെടുക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം ഇവർക്ക് ലഭിച്ചത് ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ്. ഇവർക്ക് പറയാനുള്ളതൊന്നു മാത്രമാണ്. നല്ല സമറിയാക്കാരൻ്റെ ഉപമയെക്കുറിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ദിവ്യബലിയുടെ സമയത്ത് നമ്മോട് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹം നല്ല സമറിയാക്കാരൻ ആ യഹൂദനെ ശുശ്രൂഷിച്ചതിന് ശേഷം സത്രം സൂക്ഷിപ്പുകാരനെ പൈസ കൊടുക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇനി എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പെൻസ് വരികയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് തന്നു വീട്ടിക്കൊള്ളാം എന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി. ഈശോ നമുക്ക് വേണ്ടിയെല്ലാം തന്നു വീട്ടുന്ന ഒരു വലിയ അനുഭവമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടിയെല്ലാം തന്നു വീട്ടുന്നതെല്ലാം ഈശോ ആണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമുക്കെപ്പോഴും കണ്ണു നിറയുന്ന ഒരനുഭവമാണത്. ഈശോ നമുക്ക് വേണ്ടി സൗഖ്യം തരുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും. ഇവർക്കൊരു വീട് ആവശ്യമായിരുന്നു ഓസ്ട്രേലിയയിൽ. അവിടെ നമ്മുടെ എല്ലാവരുടെയും പേര് അവിടുത്തെ കൈകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്, എഴുതി വച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നിൻ്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ എഴുതി വച്ചിരിക്കുന്നുവെന്ന്. ഇവരൊരു വീട് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ ഇവരുടെ പേര് ഷിതയുടെയും ടിൻസിൻ്റെയും പേരെഴുതിയ ഒരു സ്ട്രീറ്റ് തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അത് വളരെ കൃത്യമായി മനസ്സിലായി. ദൈവം ഇടപെടുന്നു, ഞങ്ങളുടെ പേര് അവിടുത്തെ കൈകളിലുണ്ടല്ലോ എന്ന്. അങ്ങനെ അവർ അഖണ്ഡ ജപമാലയിലൂടെയെല്ലാം ഈശോയെ അടുക്കുവാനും ഈശോയെക്കുറിച്ച് പഠിക്കുവാനും സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്ന് നടക്കുവാനുള്ളൊരു വലിയ സൗഭാഗ്യം അവർക്കുണ്ടായി. ഇവർക്കുണ്ടായ ഇയർ ഇംബാലൻസ് എങ്ങനെയാണ് സൗഖ്യപ്പെട്ടതെന്ന് പോലും അവർ മറന്നുപോയി. ഇവിടെ വന്ന്
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചതോടെ അതിനെക്കുറിച്ച് അവർ മറന്നുപോയി എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം അവിടെ നിന്ന് നമ്മുടെ കണ്ണുനീരെല്ലാം കുപ്പിയിൽ ശേഖരിക്കുന്നു എന്ന് നാം വചനത്തിൽ വായിച്ചെടുക്കുന്നു. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവിടെ കാണുന്നുണ്ട്. നമ്മുടെ എല്ലാ ദുരന്തങ്ങൾക്കും രക്ഷ നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അമ്മ പറയുന്നുണ്ട്, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക. നാം ഏത് നാട്ടിലായിരുന്നാലും എത്ര അകലെയായിരുന്നാലും നമ്മുടെ ജീവിത ദുരന്തങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ മകൾ പറയുകയുണ്ടായി, ഞാനിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് നിയോഗങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, 100 മേനി ഫലം കൊയ്യുന്നവരാണ്. എനിക്കിനി യാതൊരു നിയോഗങ്ങളും ഇല്ല. കാരണം ഞാൻ മാക്സിമം ഒരു വീട് വയ്ക്കാൻ, ഞങ്ങൾക്കൊരു വീട് വേണമായിരുന്നു, അതുപോലെ ഒരു വീട് വയ്ക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. ഞങ്ങളുമായി ഇടപെടുന്നവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവർക്ക് സൗഖ്യം ലഭിക്കുന്നു. അതെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ ആത്മീയ സന്തോഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇനി അവർക്കൊന്നും തന്നെ ആവശ്യമില്ല. കാരണം ഇതെല്ലാം നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്ക് അവർ കടന്നു വരുന്നു. അതുപോലെ തന്നെ ക്രിസ്തു അവരിൽ രൂപപ്പെടുന്നതായി അവരുടെ ആത്മീയ അച്ചടക്കത്തിൽ നിന്ന്, ഡിസിപ്ലിനിൽ നിന്ന് അവർക്ക് മനസ്സിലായി. ഈ ഒരു വലിയ സാക്ഷ്യത്തിനെ ഷിതയുടെയും ട്രിൻസൻ്റെയും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാനും വഴിവിട്ട ജീവിതങ്ങളുള്ള എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് വിവാഹ തടസ്സങ്ങളുള്ള, ജീവിതത്തിൽ തടസ്സങ്ങളുള്ള എല്ലാ മക്കളെയും, വിവാഹമോചനത്തിനായി കാത്തു നിൽക്കുന്നവരെ അവരെയെല്ലാം കൂട്ടിച്ചേർക്കുവാൻ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകി സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ഒരു നല്ല കയ്യടിയോടെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഈ സാക്ഷ്യം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ അനുവദിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് എൻ്റെ 7ാമത്തെ സാക്ഷ്യമാണ് നമ്മുടെ അൾത്താരയിൽ. എൻ്റെ പേര് ഡോക്ടർ ശീതൽ. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി സിൽവർ ഗ്രേ ആണ് എനിക്കിപ്പോൾ ഉള്ളത്. 19 പ്രാവശ്യം എനിക്ക് ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാൻ ദൈവം അനുവദിച്ചു. അത് എൻ്റെ യോഗ്യതയാലൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ദയ കൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അത്ഭുതമായൊരു കഥ. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞുമക്കളെ നോക്കാൻ എന്നെ സഹായിക്കാൻ വന്നൊരു കുഞ്ഞ്, അവളെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ നിന്ന് അയച്ചു. ആ കുഞ്ഞാണ് സരള എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടി. അവൾ കല്യാണം കഴിച്ച് തമിഴ്നാട്ടിലുള്ള കൊച്ചാണ്. അവൾ പോയി തമിഴ്നാട്ടിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. പണ്ടൊന്നും മൊബൈൽ ഫോൺസ് ഒന്നുമില്ല, അപ്പം നമ്പറുകളൊന്നുമില്ല. അവളുടെ കല്യാണവും കുഞ്ഞുമക്കളുമായിട്ട് അവിടെ ജീവിച്ചു. പിന്നീട് 13 വർഷങ്ങൾക്ക് ശേഷം അവൾ എൻ്റെ നമ്പർ കിട്ടുകയും അവൾ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അതൊരു മിറാക്കിളാണ്. 13 വർഷം കഴിഞ്ഞ് ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ അന്വേഷിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. അതിൽ യാതൊരു അത്ഭുതം അല്ലാതെ വേറെ ഒന്നുമില്ല. പരിശുദ്ധ അമ്മ അവളെ തിരിച്ച് വിളിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന വലിയ സത്യം. അവൾ വന്നു, അവൾ എന്നോട് പറഞ്ഞു അവളുടെ മകന് വയ്യാതെ ഇരിക്കുമായിരുന്നു, യൂറിനറി ബ്ലാഡർ സിസ്റ്റ് ആയിരുന്നു. അത് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് 1 മാസം ചേച്ചിയുടെ അടുത്ത് വന്നൊന്ന് നിൽക്കണം. അവളുടെ ബുദ്ധിമുട്ടുകളോ അവളുടെ പ്രശ്നങ്ങളോ ഒന്നും എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും 13 വർഷം കഴിഞ്ഞൊരു കുഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മുടെ കൂടെ വരിക, നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കാനെന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. കാരണം എൻ്റെ ഡാഡിയും മമ്മിയൊക്കെ മരിച്ചു പോയിരുന്നു. മമ്മിയുടെ ഒപ്പമായിരുന്നു അതിനുശേഷം അവൾ നിന്നിരുന്നത്. അമ്മ മരിച്ചു പോയപ്പോഴും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ബിക്കോസ് ഇൻഫർമേഷൻസ് ഒന്നുമില്ല, ന്യൂസ് അവിടെ അവർക്ക് എത്തിപ്പെടാനോ അറിയാനോ ഒന്നും ഒരു വഴിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പഠിപ്പിച്ച ജപമാല പ്രാർത്ഥന അവളുടെ കരങ്ങളിൽ, അതായിരുന്നു അവളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, എൻ്റെ അമ്മ പഠിപ്പിച്ച ജപമാല. അപ്പോൾ ആ ജപമാല മണികൾ അവൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായി. അവൾ തിരിച്ചു വന്നു എൻ്റെ ഭവനത്തിൽ ഇങ്ങനെ അഡ്രസ്സ് കൊടുത്തപ്പം. എന്നിട്ട് 1 മാസം എൻ്റെ ഒപ്പം നിന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ, അപ്പം ഞാൻ ഉടമ്പടി ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പ്രാർത്ഥന മുഴുവൻ അവൾ കണ്ടു. അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥനയിൽ അവൾ ജപമാല മണി തുടങ്ങി. ആദ്യമായിട്ട് 13 വർഷം കഴിഞ്ഞു പോയൊരു കുഞ്ഞിന് ജപമാല മറക്കാതെ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ജപമാല ചെല്ലാൻ ദൈവം അനുവദിച്ചു. ഇതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അത്ഭുതമല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല.
ഡോക്ടർ എന്ന നിലയ്ക്ക് സയൻസ് ഒന്നും അല്ലെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. 13 years കഴിഞ്ഞു കഴിഞ്ഞാലും ഒരാൾ ആ ജപമാല, ഒരു ഹിന്ദു ആൻഡ് ഓൾസോ ഷീസ് എ തമിലിയൻ, അങ്ങനെ ഒരു കൊച്ച് 13 വർഷം മലയാളമേ സംസാരിക്കാതെ തിരിച്ചു വന്ന ജപമാല മണികൾ പറയാൻ സാധിക്കുക പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും എന്താ പറയുക കർത്താവിൻ്റെ വലിയ ദാനമാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. ഇവളുടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് വലിയ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം കഴിഞ്ഞ് അവൾ തിരിച്ചു പോവുകയാണ്, നമ്മുടെ വീട്ടിൽ വന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നന്ദിയുണ്ട് എന്നെ ഒരു മാസം എൻ്റെ ചേച്ചിയുടെ ഒപ്പം വന്ന് നിൽക്കാൻ പറ്റണേന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയും ഈശോയുണ്ട്, അല്ലാണ്ട് വേറെ സമ്പത്തായിട്ട് എനിക്കില്ല. എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് 4 ലോക്കറ്റ്, അവൾക്ക് വീടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 കോണുകളിലും വീടിൻ്റെ വെക്കാനായിട്ട് 4 ലോക്കറ്റ്, നിൻ്റെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൃപാസനം പ്രസാദപര മാതാവിൻ്റെ ലോക്കറ്റ് 4 കൊടുക്കുന്നു. അതല്ലാതെ എനിക്ക് ഫോട്ടോ ആയിട്ട് കൊടുക്കാൻ അവളുടെ കയ്യിലില്ല. അപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെ പത്രം ഒക്ടോബർ മാസത്തിൽ 2024 എല്ലാ വർഷവും നമുക്ക് മാതാവിൻ്റെ ഫോട്ടോ ഉള്ളതാണ്. ഒക്ടോബർ മാസത്തിൽ ജപമാല റാലി ഉള്ളത് കൊണ്ടുള്ള ഫോട്ടോ ഉള്ള പത്രത്തിൻ്റെ ആദ്യ പേജ് ഞാൻ ഇവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അപ്പോഴും ഇവളുടെ വീടിൻ്റെ സിറ്റുവേഷനോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും എന്നോട് ഇതുവരെ പറയാതെ എന്നെ കാണാൻ വേണ്ടി മാത്രം. സ്നേഹത്തിന് ഭയങ്കര അർത്ഥമുണ്ടെന്ന് ദൈവം ഇന്നും നമ്മുടെ വചനത്തിലൂടെ പറഞ്ഞു. ദൈവം സ്നേഹമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതിർത്തി വിട്ട സ്നേഹത്തിലും ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ആ സ്നേഹബന്ധങ്ങളിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ. അവിടെ വ്യക്തികളുടെ സ്റ്റാറ്റസോ സ്റ്റാൻഡേർഡോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ദൈവം സ്നേഹമാണ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ തിരിച്ചു പോയി ഉപ്പും കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ പോയി അവളുടെ ചുമര് പിന്നീടാണ് അറിയുന്നത്, അവൾക്ക് ചുമരൊക്കെ വളരെ ചെറിയൊരു ചുമര് മാത്രമേ ഉള്ളൂ. ആ ചുമരുമേൽ അവൾ നമ്മുടെ മാതാവിനെ, കൃപാസനം പ്രസാദപര മാതാവിനെ വെച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവളവിടെ ലോക്കറ്റ് വെച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള കൊച്ച് പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോൾക്ക് എന്നെ സഹായിക്കാൻ വരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ അപ്പോഴും വീടിനെ കുറിച്ചൊന്നും അവൾ പറയുന്നില്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കുഞ്ഞുമക്കളെയൊക്കെ മദർ ഇൻ ലോൻ്റെ അടുത്ത് ആക്കി, ഭർത്താവുണ്ട്, 3 മക്കളും ഉണ്ട് അവൾക്ക്. അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ആക്കിയിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അവൾ തിരിച്ചു വന്നത്. അപ്പോഴും അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല. അതാണ് അവളുടെ ആ ഭംഗി, ആ മനസ്സിൻ്റെ സൗന്ദര്യവും. ഇപ്പോൾ ഈ ലോകത്തെ എല്ലാം ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് അവളൊരു എക്സാമ്പിളാണ്. അവൾ പരിശുദ്ധ അമ്മയുടെ മകളായിരിക്കണം, ആയിത്തീരണം എന്നെനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവൾ തിരിച്ചു വന്നു കഴിഞ്ഞ് എനിക്ക് മാതാവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജൂലൈ 26 എനിക്ക് തോന്നുകയാണ് ഇവളുടെ വീടൊന്ന് കാണണം. അപ്പോൾ ഇവൾക്ക് വീഡിയോ ഒന്നുമില്ല, വീഡിയോനുള്ള ഫോണൊന്നുമല്ല, ടച്ച് ഫോണാണ്. അപ്പോൾ അടുത്തുള്ള വീട്ടിലൊരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഈ വീടിൻ്റെ വീഡിയോ ആണ്, ഫോട്ടോ പോലുമല്ല, വീഡിയോ എടുത്തു എനിക്ക് അയച്ചു. അത് കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്, ഒരു സ്ത്രീ 2 കുഞ്ഞുമക്കളുമായിട്ട് നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന കോരി ചൊരിയുന്ന ഒരു വീട്ടിൽ 2 സൈഡിലും വാതിലുകളില്ലാതെ ഒരു വ്യക്തി ജീവിക്കുകയാണ്. എന്നിട്ടും ആ കുറവുകൾ പറയുന്നില്ല. എന്നിട്ട് അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്, അടച്ചുറപ്പുള്ള മുറി ഉള്ള ഒരു ഭവനം ഒരു സ്ത്രീക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ച് ചെറുപ്പമായിട്ടുള്ള പെൺകുട്ടികൾക്ക്. അതെൻ്റെ അമ്മ കൊടുക്കണം, അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു അവിടെ വെച്ച്. അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ വിചാരിച്ചിട്ട് പോലുമില്ല ആ ഭവനം. അത് ഒരിക്കലും പരിശുദ്ധ അമ്മ അത് നടത്തി. 3 മാസം, ഉടമ്പടിയുടെ 3 മാസത്തിൻ്റെ ടൈം തന്നെയാണ്. അതിൽ അമ്മയുടെ സിഗ്നേച്ചറുണ്ട്. സെപ്റ്റംബർ 3 മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് അവൾക്ക് ഒരു ഭവനം പരിശുദ്ധ അമ്മ നൽകി കൊടുത്തു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. അത് ബാക്കി അവൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് പറയും. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ആ ഭവനത്തിൽ അവൾ പാല് കാച്ചാൻ പോവുകയാണ് പൊങ്കലിനെ. ഇപ്പോൾ പോകുമ്പോൾ തിരിച്ചു വരില്ല, അത് അമ്മേൻ്റെ കരങ്ങളിലാണ് വരുന്ന കാര്യമൊക്കെ. കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, പൊങ്കലിന് പോണേങ്കാട്ടി മുമ്പ് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ അവൾ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവളിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലും ഈശോയെ മഹത്വപ്പെടുത്താനും ദൈവം ഇവിടെ തിരഞ്ഞെടുത്ത ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അവളുടെ കുഞ്ഞുമക്കളിൽ ഒരാൾ ഇപ്പോൾ പറയുന്നത് മാതാവിൻ്റെ ഉപ്പ് വേണമെന്നാണ്.
അതുപോലെ തന്നെ അവൻ തന്നെ അവിടുത്തെ എല്ലാവരുടെ അടുത്തും പറയാം മാതാവിൻ്റെ ഉപ്പ്, അവിടെ മേരിയമ്മ എന്നാണ് പറയുന്നത്, മേരിയമ്മയുടെ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലാ അസുഖങ്ങളും മാറും, നമുക്ക് വീട് കിട്ടും. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പം മേരിയമ്മയുടെ ഉപ്പാണ് അവിടെ ചോദിച്ചു വാങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൃപാസനത്തിലെ മാതാവ് ഒരു ചെറിയ ഒരു വില്ലേജിലോട്ട് പോയിട്ട് അവിടെ നടത്തിയ അത്ഭുതമാണിത് പറയുന്നത്. വേറെ ഒന്നുമല്ല, പരിശുദ്ധ അമ്മയ്ക്ക് ദർ ആർ നോ ബൗണ്ടറീസ് ഇല്ല. ദേശം താണ്ടി ഓരോ ചെറിയ ചെറിയ വില്ലേജസിലേക്കും എത്തിപ്പെട്ട് അവരുടെ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കുന്ന ഒരു യേശുവിനെ എത്തിക്കുന്ന ഒരു വലിയ ദൗത്യം ഈ കുഞ്ഞിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ ഈശോയും അവിടെ എത്തിക്കുവാൻ അവളും ഇനി അതിൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അവളെ ശക്തീകരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ പ്രസൻസാണ്. പലതവണ ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഇപ്രാവശ്യം ഞാൻ നവംബറിൽ സൗദിയിൽ പോയേക്കായിരുന്നു, ഹസ്ബൻഡ് അവിടെയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബർ 8 2025 റെയിൻബോ കണ്ടത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 13 എനിക്ക് അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യണം, കുറേ നാളെ എൻ്റെ അമ്മേനെ കാണും, എനിക്ക് മഴവില്ലായിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ എങ്ങനെയാണ് മഴവില്ല് വരുന്നത്? മരുഭൂമിയിൽ മഴവില്ല് വരാൻ സാധിക്കില്ലല്ലോ. അപ്പം ഞാനിവിടെ ഒരു ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു. സിന്ധുവിൻ്റെയും മക്കളുടെയും സാക്ഷ്യത്തിൽ ആ കുട്ടിയും കുവൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ ആ കുട്ടിക്കും ഈ മാതാവിൻ്റെ സാന്നിധ്യം റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വരുമായിരുന്നു. മരുഭൂമിയിൽ നമുക്ക് മഴവില്ല് പോലെ വരാനുള്ള വെള്ളമില്ലല്ലോ, അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വന്നിരുന്നു. ഒരു ദിവസം ഞാനും ഹസ്ബൻഡും ഞങ്ങൾ അൽഹസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ആ വ്യത്യാസം അനുഭവിക്കാൻ അറിയാം. പ്രാർത്ഥനയിലും ഉടമ്പടിയിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന സൗദിയിലില്ല, പക്ഷേ എന്നും ഞാൻ ഓൺലൈനിലേ കാണാൻ പറ്റുള്ളൂ. അതേ ഉള്ളൂ അവിടെ ഒരു ഓപ്ഷൻ. അപ്പോൾ എന്നും കുർബാന ഓൺലൈനിൽ കണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം എന്തുണ്ടെങ്കിലും ഞാൻ പരിശുദ്ധ അമ്മ ഈശോയെ എത്തിക്കാനുള്ള ആ ഒരു മിഷൻ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അത് എനിക്ക് പറ്റുന്നത്ര ആത്മാർത്ഥയോടെ ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കണേ. ഇനിയും എനിക്ക് അമ്മയുടെ മിഷൻ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അനുഗ്രഹവും ഭാഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാനൊരു ദിവസം പുറത്തേക്ക് പോയപ്പം എനിക്ക് അവിടെ സൗദിയിൽ ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്കിങ്ങനെ മഴവില്ലിൻ്റെ പ്രസൻസാണ് അവിടെ, റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ. അപ്പോൾ അമ്മയ്ക്ക് എന്ത് സാധിക്കും? അമ്മ എവിടെയുണ്ട്? ഉടമ്പടി എടുത്ത എല്ലാ മക്കളുടെ കൂടെയും മരുഭൂമിയിലായാലും ഈ ഭൂമിയിലെ ഏത് അതിർത്തിയിലാണെങ്കിലും അമ്മയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഞങ്ങളുടെ ഈ കുഞ്ഞിന് തന്നെ ഈ വെളിച്ചെണ്ണ വീണിട്ട് കയ്യിൽ ഇങ്ങനെ കുമിള പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചൊറിച്ചിലും വേദനയായിരുന്നു. മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ എരിയുന്ന അനുഭവമാണ്. ഇവൾക്ക് തണുക്കുന്ന അനുഭവം. അത് അവൾ തന്നെ അത് പറയും. പിന്നെ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൾ നന്ദി പറയും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഇതിൽ കാണുന്ന ഒരു കാര്യം സങ്കീർത്തനം 145:16 അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ദൈവത്തിനെ ഒരുപാട് മഹത്വപ്പെടുത്തി ഈ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ കൂടെയുള്ള കൊച്ചു സാറുള്ള അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും. അറിയില്ല, ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കണത്. വീട് കിട്ടിയതിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് മാതാവിൻ്റെ അടുത്ത്. വീടില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ അമ്മ, നിനക്ക് ഞാനത് തരുന്നു, നീ എൻ്റെ വീട്ടിൽ കൊണ്ടുപോക്കോ, ഉപ്പിടുന്നു പറഞ്ഞു. ചേച്ചി തന്നപ്പോൾ ഞാൻ വെറുതെയാണ് അത് കൊണ്ടുപോയത്. ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ 4 ലോക്കറ്റ് 4 മൂലയിൽ വെച്ചിട്ട് ഉപ്പിട്ടു. പ്രാർത്ഥിച്ചൊന്നുമില്ല, വെറുതെ ഇട്ടത്. ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ വന്നു. ചേച്ചി പറഞ്ഞു, ആദ്യമായിട്ട് വരുമ്പോൾ ഈ അമ്മയുടെ ഫോട്ടോ ചേച്ചിയുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കയറാൻ. ആ പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞൂടെ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും തന്നു. ഒരു ചെറിയ വീട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച് ഞാൻ കഷ്ടപ്പെട്ടതിന് മാതാവ് ഇപ്പം എനിക്ക് ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ ഗിഫ്റ്റാണ് തന്നേക്കണം. അതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഉടമ്പടിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി 2 പ്രാവശ്യം പ്രാർത്ഥിക്കും, കാലത്തും വൈകിട്ടും. ചേച്ചി ഓരോന്ന് പറയും എന്നോട് ഉടമ്പടിനെ കുറിച്ച്, പക്ഷെ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ചേച്ചി പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്തും കിട്ടും, എൻ്റെ അമ്മനെ എനിക്ക് തരും എന്ന് പറഞ്ഞാൽ ആ അമ്മനെ എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ വെറുതെ വാങ്ങിച്ച് ഞാൻ വെച്ചത്. പക്ഷേ എനിക്ക് ആ അമ്മ എന്നെ ഏറ്റവും വലിയ വീടും ഏറ്റവും വലിയ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കണത്.
ഞാൻ 13 വർഷം കഴിച്ചിട്ടാണ് ചേച്ചിനെ തിരിച്ച് കണ്ടത്. ഞാൻ എൻ്റെ മോന് വയ്യാണ്ടായപ്പോൾ ഇവരെക്കുറിച്ച് നമ്പർ ഒന്നും കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിനെ വിളിച്ചപ്പോൾ എൻ്റെ ചേച്ചിന് മുമ്പ് ഇവരുടെ ആൻറ്റിയുടെ നമ്പർ തന്ന് പിന്നെയാണ് ചേച്ചിയുടെ നമ്പർ എനിക്ക് തന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് നന്ദി എൻ്റെ മാതാവിൻ്റെ അടുത്ത്. 13 വർഷം കഴിച്ച് ഞാൻ തിരിച്ചിവിടെ വന്ന് 13 വർഷം ഞാൻ കഷ്ടപ്പെട്ടതിന് മാതാവ് എനിക്ക് ഈ 2025 തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ വീട്. എൻ്റെ കൈ കൊപ്പിൽ ഇതായപ്പോൾ ഭയങ്കരമായിട്ട് ചോറിഞ്ഞോണ്ടിരിക്കുകയാണ്. ചേച്ചി ഞാൻ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ചോറിഞ്ഞോണ്ടിരിക്കുമ്പോൾ ചേച്ചി ചോദിച്ചു എന്തിനാ ഈ ചോറിഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയി ചേച്ചിന്ന്. ഉപ്പിട്ടിട്ട് ഞാൻ ചേച്ചി മാതാവിൻ്റെ എന്നെ ഉപ്പിട്ട് തന്നിട്ട് ഞാൻ ഇരുന്നപ്പോൾ ചേച്ചിയൊക്കെ എന്തിനാ എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ തണുത്ത പോയിരുന്നത്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഞാൻ മാതാവിനും കൊണ്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. ആദ്യം ഞാൻ ഒരു ചെറിയ പത്രത്തിലുള്ള ഫോട്ടോ മാത്രമാണ് കൊണ്ടുപോയത്. ഇന്ന് ഞാൻ മാതാവിൻ്റെ ഏറ്റവും വലിയ ഫോട്ടോ കൊണ്ട് എൻ്റെ വീട്ടിൽ പോകണത്. ഞാൻ നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈശോനും മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ലൂക്ക 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ശീതൾ എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ 13 വർഷം മുമ്പ് വീട്ടിൽ സഹായിക്കുവാൻ വന്ന മറ്റൊരു വ്യക്തിയെ കണ്ടെത്തിയതും പിന്നെ അവൾ കൂടെ നിൽക്കുമ്പോൾ അവളെക്കുറിച്ച് പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു സന്ദേശത്തിൽ ആ കൂടെയുള്ള മകളുടെ വീടൊന്ന് കാണുവാൻ വേണ്ടി നാട്ടിലുള്ളവരെ കൊണ്ട് ഒരു വീഡിയോ എടുത്ത് തൻ്റെ മൊബൈലിൽ ഇടിയിക്കുന്നതും ആ മൊബൈലിൽ വന്ന ചിത്രം കണ്ട് ആകെ ഹൃദയം തകർന്ന് ജീവിത പങ്കാളിയോട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയ നമ്മോടൊപ്പമുള്ള ഈ മകൾക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാനാവും എന്ന് ഒരു വേള ചിന്തിച്ച് 3 മാസം കൊണ്ട് ആ വീട് മുഴുവനും പുതുക്കിപ്പണിത് ആ കുടുംബത്തിനെ സുരക്ഷിതമാക്കിയതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത്. ഉടമ്പടി നമ്മളെ എന്നും അനുകമ്പയുള്ളവരാക്കും. ഉടമ്പടി നമ്മളെ എന്നും ദൈവസ്നേഹത്തിൻ്റെ കൈകാലുകളായി പ്രവർത്തിക്കുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉടമ്പടി നമ്മളെ എന്തു കൊടുത്താലും നമുക്ക് കുറവുണ്ടാവില്ല, അത് കൂടുതൽ നിറവിലേക്ക് മാത്രമേ നയിക്കൂവെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ശീതളിൻ്റെ വാക്കുകളിൽ അവൾ ഒരിക്കൽ പോലും അവളെന്ത് ചെയ്തുവെന്ന് നാവുകൊണ്ട് പറഞ്ഞില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ച് വെച്ചിട്ട് 3 മാസം കൊണ്ട് സുരക്ഷിതമായ ബലവത്തായ ദൈവാനുഗ്രഹമുള്ളൊരു ഭവനം മകൾക്ക് ലഭിച്ചുവെന്ന ഒറ്റ വാചകത്തിൽ കാരുണ്യപ്രവൃത്തിയെ നിർത്തി. കാരണം ഈശോയുടെ വാക്കുകൾ അങ്ങനെ തന്നെയാണ്. നാം മറ്റുള്ളവർക്ക് ചെയ്യുന്നത് അത് പുരമുകളിൽ പ്രഘോഷിക്കേണ്ടതല്ല, പക്ഷേ ഉടമ്പടിയിൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് അത് ആയിരങ്ങൾക്ക് അനുഭവമാകാൻ വേണ്ടിയാണ്. ഉടമ്പടി നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിനൊരു അലിവുണ്ടാവും, കണ്ണുകൾക്ക് എപ്പോഴും ദൈവസ്നേഹത്തിൻ്റെ ഒരു നനവുണ്ടാവും, നമ്മുടെ കൂടെയുള്ളവരെ കാണുവാൻ വേണ്ടി ഒരു വെളിച്ചം നമുക്കെപ്പോഴും ഉണ്ടാവും. അത് അവരുടെ ജീവിതങ്ങൾക്ക് കൂടി അനുഗ്രഹമാകും വിധം നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നത്, നമ്മളെ തന്നെ അവരുടെ ജീവിത വഴിയിലേക്ക് ഇറക്കി വയ്ക്കുന്നത് അനുഭവിക്കുവാനാവും. ഈ മകൾ 13 വർഷം കൊണ്ട് മകൾ തിരക്കി അപചാരിതമായി പണ്ട് കണ്ട മോളെ ഒന്ന് കാണുവാൻ തിരികെ വരികയും പിന്നീട് വീട്ടിലെ സെർവൻ്റ് തിരികെ വരാതെ പോകുമ്പോൾ ഒന്നുകൂടി ഒരു ഫോൺ കോളിൽ നീ ഒന്ന് വരുമോ എൻ്റെ വീട്ടിലെന്ന് ചോദിക്കുമ്പോൾ തിരികെ എത്തിയ വരവിലാണ് 3 മാസക്കാലത്തിനുള്ളിൽ ഇത്ര വലിയ മാറ്റങ്ങൾ ആ കുടുംബത്തിന് സംഭവിക്കുന്നത്. അമ്മ മാതാവ് കൂടെ നടന്ന് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരവും സങ്കടങ്ങൾക്ക് അറുതിയും ജീവിതത്തിന് പ്രതീക്ഷയും ശുഭകരമായ ഭാവിയും ഒരുക്കിത്തരുന്നവളാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന വിധത്തിലായിരിക്കില്ല ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. നാം ഒരുപക്ഷെ എത്ര കണ്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ടതിനും ദൈവകരങ്ങളിൽ നിമിഷങ്ങൾക്കുള്ളിൽ മറുപടിയുള്ള ജീവിതത്തിൻ്റെ ഉത്തരങ്ങളുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനാവും. നമ്മൾ ആ മകളുടെ വാക്കുകൾ കേട്ടു. നന്ദി മാത്രം പറയുവാൻ ദൈവം എങ്ങനെ ആ ഒരു ചോർന്നലിക്കുന്ന വാതിലുകളില്ലാത്ത ഇങ്ങനെ തറപ്പോള ഷീറ്റ്, ഫോട്ടോ ഇവിടെ ഉണ്ട് അവളുടെ കയ്യിൽ, തറപ്പോള ഷീറ്റ് മാത്രമുള്ളൊരു ഒരു 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 ചേരി പോലെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള ഒരു കുടിലിനെ എങ്ങനെ അമ്മ മാതാവ് തൻ്റെ കരങ്ങളിലെടുത്ത് ആദ്യം അമ്മ സാന്നിധ്യം തന്നെ കൊടുത്തു. ആ കാശുരൂപം കൊണ്ടുവന്ന് 4 അതിരിലും അമ്മയുടെ സാന്നിധ്യം അറിയിച്ചു. ഉപ്പ് വിതറിക്കൊണ്ട് ബലവത്താക്കും സുരക്ഷിതമാക്കുമെന്ന സന്ദേശം കൈമാറി.
എന്നിട്ട് ഒരു വാക്കുകൊണ്ട് വീടിനെക്കുറിച്ച് പറയാതെ ആ കൂടെ നിൽക്കുന്ന മകളുടെ ഉള്ളിൽ അമ്മ സന്ദേശം കൊടുത്തു, നീ ആ വീട് കാണണം. പ്രിയമുള്ളവരെ, ഉടമ്പടി ജപിക്കുമ്പോൾ അമ്മ സന്ദേശം തരും. ആ സന്ദേശം നമുക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കില്ല. ഒരുപക്ഷെ നാം കാണേണ്ടവരെ കാണുവാൻ കൂടിയുള്ള സന്ദേശം അമ്മ കൈമാറിക്കൊണ്ടിരിക്കും. ആ സന്ദേശത്തിലേക്ക് നമ്മൾ കണ്ണു തുറന്നാൽ നമുക്കൊന്നും കുറവാവില്ല. പുതിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അമ്മ നമ്മളെ ഒരുക്കുന്ന വഴികളായിരിക്കുമെന്ന് അനുഭവിക്കുവാനാവും. 19 തവണ ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എത്ര കണ്ട് അമ്മയുടെ സ്നേഹത്തിൽ, അമ്മയിൽ അടിയുറച്ച് അമ്മ കൈപിടിച്ച് നടത്തുമെന്ന ബോധ്യത്തിൽ ജീവിതം സമർപ്പിച്ചതിൻ്റെ ഒരടയാളമാണ്. ഉടമ്പടി എപ്പോഴും നമുക്ക് സംരക്ഷണത്തിൻ്റെ കവചമാണ്. ഉടമ്പടി എപ്പോഴും നമ്മുടെ ജീവിതത്തെ ഏത് കഷ്ടതയിൽ നിന്നും, ആരൊക്കെ എതിരി നിന്നാലും, എത്ര കണ്ട് ജീവിത ദുരിതങ്ങൾ മാത്രമായാലും അതിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ അമ്മ ഈശോയോട് പറയുകയും തിരുക്കുമാരൻ നമ്മുടെ ജീവിതത്തെ പുനർനിർമ്മിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ രണ്ടുപേരും കൂടി ഈ അൽത്താരയിൽ പറഞ്ഞത്. ഒരു ഭവനത്തെ പുനർനിർമ്മിച്ച, വിശ്വാസത്തെ പുനർനിർമ്മിച്ച, അമ്മയുടെ മകളായി ജീവിക്കുവാൻ പുതിയ വഴികൾ ഒരു മകൾക്ക് തുറന്നു കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. സങ്കടം എന്തുമാവട്ടെ, ഇല്ലായ്മ ഏതുമാവട്ടെ, ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധി എത്ര വലുതാവട്ടെ, ഏറ്റവും എളിമപ്പെട്ട മനസ്സോടെ എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, അവിടുത്തെ കൃപയാൽ എനിക്കെന്തും അവിടുന്ന് അനുവദിച്ചു തരും എന്ന സന്തോഷത്തോടെ ശരണപ്പെടുവാൻ നമുക്ക് ശ്രദ്ധയുള്ളവരാകാം. കാരുണ്യപ്രവൃത്തി നമ്മുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പൊള്ളാത്തതൊന്നും കൊടുക്കരുത്. നമ്മുടെ വരുമാനത്തെ തൊടുന്നതാവണം കാരുണ്യപ്രവൃത്തി. ഉള്ളത് നമുക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നുവെന്ന് നാം അറിയുന്ന വിധത്തിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുവാൻ നമ്മൾ സന്മനസ്സുള്ളവരാവണം. അതൊരിക്കലും നമുക്ക് കുറവാവില്ല. ദൈവത്തിൻ്റെ പുതിയ നിറവുകൾ നമ്മുടെ ഭവനത്തിലേക്ക് നിറച്ചളന്ന് അവൻ ഒരുക്കി തരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ വഴിയൊരുക്കും. ഈ മകളിലൂടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തിന്, അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഈ ലഭിച്ച വലിയ കാരുണ്യ പ്രവൃത്തിക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യം സമർപ്പിക്കാം.